ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ ഓസ്ട്രേലിയ മൂന്നാം ടെസ്റ്റിലും വിജയം ഓസ്ട്രേലിയക്ക്. പരമ്പര തൂത്തുവാരി ഓസ്ട്രേലിയ. ലോകം കണ്ട ഏറ്റവും മികച്ച ഓപ്പണിംഗ് ബാറ്ററായ ഡേവിഡ് വാർണർ തൻ്റെ അവസാന ഇന്നിംഗ്സിൽ അർദ്ധ സെഞ്ചുറി നേടി. 112 ടെസ്റ്റുകൾ നീളുന്ന ഈ കരിയർ തൻ്റെ 37ാമത്തെ വയസ്സിലാണ് അവസാനിപ്പിച്ചത്. ഒന്നാം ഇന്നിംഗ്സിൽ 34 റൺസ് എടുത്ത താരം രണ്ടാം ഇന്നിംഗ്സിൽ 57 റൺസ് എടുത്തു. ജയിക്കാൻ കേവലം 10 റൺസ് മാത്രം വേണ്ടപ്പോഴാണ് താരം പുറത്തായത്. ആദ്യ ഇന്നിംഗ്സിൽ മികച്ച തുടക്കം നേടിയ പാകിസ്ഥാൻ 313 റൺസ് എടുത്തു. മുഹമ്മദ് റിസ്വാനും അമീർ ജമാലും ആകാ സൽമാൻ എന്നിവർ അർദ്ധ സെഞ്ചുറി നേടി. മികച്ച റൺസിൽ നിൽക്കെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുകയായിരുന്നു. പാകിസ്ഥാനായിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ. 15 മിനിറ്റിനുള്ളിൽ 5 വിക്കറ്റ് വീണു. പാറ്റ് കുമ്മിൻസ് 5 വിക്കറ്റ് നേടി മികച്ച ബോളിംഗ് പ്രകടനം നടത്തി. ആദ്യ ഇന്നിംഗ്സിൽ പാകിസ്ഥാൻ ലീഡ് നേടിയിട്ടും രണ്ടാം ഇന്നിംഗ്സിൽ 115 റൺസിന് ചുട്ടിക്കൂട്ടി ഓസ്ട്രേലിയൻ ബോളർമാരാണ് ഓസീസിന് ഈ വിജയം നേടിക്കൊടുത്തത്. ഇത് കണ്ട് മുൻ ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആദം ഗിൽക്രിസ്റ്റ് പറഞ്ഞ വാക്കുകളാണ് വൈറലായിരിക്കുന്നത്. ഓസ്ട്രേലിയൻ മണ്ണിൽ താരം കണ്ടതിൽ ഏറ്റവും മോശം ഏഷ്യൻ ടീം പാകിസ്ഥാനാണെന്നാണ് താരം പറയുന്നത്. അവർ ആദ്യം ഡ്രൈവിംഗ് സീറ്റിലായിരുന്നു ഈ ടെസ്റ്റിൽ. 15 മിനിറ്റിനുള്ളിൽ അവരുടെ 5 വിക്കറ്റുകളാണ് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണത്. അവരുടെ ഫാൻസ് കഴിഞ്ഞ ദിവസം ഇന്ത്യയെ കളിയാക്കിയിരുന്നു. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇന്ത്യയെ കളിയാക്കുന്നത്? ഇന്ത്യ ആ ടെസ്റ്റ് ജയിച്ചു, പരമ്പര സമനിലയാക്കി, അതും സൗത്ത് ആഫ്രിക്കയിൽ. ഓസ്ട്രേലിയയിൽ ഇന്ത്യ 2 സീരീസ് ജയിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ 35 വർഷമായി പാകിസ്ഥാൻ എന്താണ് ജയിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് താരം ചിരിയിൽ അത് അവസാനിപ്പിക്കുകയാണ്. പാകിസ്ഥാൻ ടീമിൻ്റെ ദൗർബല്യം മുഴുവൻ തുറന്നു കാണിക്കുന്ന ടെസ്റ്റ് പരമ്പരയായിരുന്നു. ബാബർ ആസം അടക്കം മുൻനിര താരങ്ങൾക്കൊന്നും തിളങ്ങാൻ സാധിച്ചില്ല. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.